കൊച്ചിയിലെ ഗോശ്രീ പാലത്തിൽ ഇന്ധനം തീർന്ന കണ്ടെയ്നർ ലോറി മാറ്റി. ഏറെ നേരമാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം ഇതുമൂലം തടസ്സപ്പെട്ടിരുന്നത്. പിന്നീട് കണ്ടെയ്നർ ലോറി പാലത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, എപ്പോഴാണ് വാഹനം ഇങ്ങനെ കുടുങ്ങിയത്? അവിടെയൊക്കെ ഒരു ഗതാഗത കുരുക്കെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണല്ലോ. തീർച്ചയായും ഒരു 3:15 കൂടിയാണ് ഗോശ്രീ പാലത്തിലെ രണ്ടാമത്തെ പാലത്തിൽ ഈ കണ്ടെയ്നർ ലോറി ഇന്ധനം തീർന്ന് നിന്നത്. ഇതേ തുടർന്ന് വലിയ ഗതാഗത കുരുക്കുണ്ടായി. കാരണം 2 പാലങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു പാലം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അതിൽ ഒറ്റ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈപ്പിൻ ദ്വീപുകളെ കണക്ട് ചെയ്യുന്നതിലുള്ള 3 പാലങ്ങളുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ഇന്ധനം ഒഴിച്ച ശേഷമാണ് അവിടെ നിന്ന് വാഹനം നീക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു കണ്ടെയ്നർ ലോറി അവിടെ കുടുങ്ങിയിരുന്നു. അത് തകരാറിലായതിനെ തുടർന്നാണ് ആ ലോറി കുടുങ്ങിയത്. അതേ തുടർന്ന് വലിയ ബ്ലോക്ക് ഉണ്ടായി. ഇന്ന് അവധി ദിനമായതുകൊണ്ടാണ് അതിൻ്റെ തീവ്രത അത്ര കണ്ടുവന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വലിയ ബ്ലോക്കായിരുന്നു. എന്തായാലും അവിടെ ഒരു പാലത്തിലൊരു ലോറി ഏതെങ്കിലും തരത്തിൽ ഒന്ന് പെട്ടുപോയാൽ, അല്ലെങ്കിൽ തകരാറിലായോ ഏതെങ്കിലും തരത്തിൽ പെട്ടുപോയാൽ അതിൻ്റെ കുരുക്ക് കൊച്ചി നഗരത്തിലേക്ക് തന്നെ നീളുന്ന അവസ്ഥയുണ്ടാകും. അത് വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കും. എന്തായാലും ഇന്നും അതുപോലത്തെയുള്ള ഒരു അവസ്ഥ ഉണ്ടായി. അവധി ദിനമായിട്ടും ഇത്രയും വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ വാഹനം നീക്കി ഇപ്പോൾ പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ പരിഹരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ഗോശ്രീ പാലത്താണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് കണ്ടെയ്നർ ലോറി കുടുങ്ങിയത്. അവസാനം കുറേ സമയമെടുത്താണ് വണ്ടി മാറ്റാൻ കഴിഞ്ഞത്.